ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു, സേഫാണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയം ഓരോ ജില്ലകളിലും വളരെ പ്രയാസപ്പെടുന്ന സംഭവങ്ങളും ന്യൂസുകളും കാണാനിടയായി. അതുകൊണ്ട് തന്നെ നാമും നമ്മുടെ മക്കളും കുടുംബവും എല്ലാം സേഫാണെന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരന്മാരായ വയനാട് മുണ്ടക്കയത്ത് 200-ൽ പരം ആളുകൾ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പേരെ കാണാനില്ല എന്നുള്ള ന്യൂസാണ് ഓരോ മണിക്കൂറുകളിലായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാമും അത്തരം അപകടങ്ങളിൽ നിന്നും സേഫ് ആവണമെന്നും അത്തരം അപകടങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി നാം വഴികൾ കാണണമെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി നമ്മെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായും അല്ലാതെയൊക്കെ പറ്റുമെങ്കിൽ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നും ഇന്നലെയുമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആശ്വാസ ഫണ്ടിന് വേണ്ടി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പലരും അതിലേക്ക് സംഭാവനകളും മറ്റും നൽകുന്നുണ്ടായി. അതുപോലെ തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള ഇവിടെ വിദേശത്തുള്ള ഒരുപാട് സഹോദരന്മാരും അത്തരം നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. മുൻ സംഭവങ്ങളൊക്കെ മുൻകഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, പ്രവാസികളായ ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു വലിയ പ്രഖ്യാപനം നടന്നിട്ടുണ്ടായി. അതെന്ന് വെച്ചാൽ കേരളത്തിലെയും അതുപോലെ തന്നെ വിദേശത്തെയും വലിയ ഒരു ട്രാവൽസ് ഏജൻസിയായ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമായ അൽ ജസീറ എന്ന സ്ഥാപനം ഇത്തരം സംഭാവനകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും മറ്റും സംഭാവന നിധിയിലേക്ക് വിദേശത്ത് നിന്ന് ക്യാഷ് അയക്കുന്ന ആളുകൾക്ക് ആ ട്രാവൽസിൻ്റെ അൽ ജസീറയുടെ ട്രാവൽസിൽ നിന്നും സർവീസ് ചാർജ് ഈടാക്കുകയില്ല എന്ന് അവിടുത്തെ CMD ആയ അബ്ദുൽ നാസർ എന്ന വ്യക്തി പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാനും പരമാവധി അത്തരം നല്ല മനസ്സിനെ അഭിനന്ദിക്കുകയും അവരുടെ സ്ഥാപനങ്ങളെയും അതുപോലെ അവരുടെ ആ സംരംഭത്തെയൊക്കെ സഹായിക്കുകയും ഒക്കെ വേണം.